ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എക്സൈസ് രാവിലെ പൂട്ടിച്ച ബാർ വൈകിട്ട് വീണ്ടും തുറന്നു. അതിൽ കടുത്ത നടപടിയുമായി എക്സൈസ് മന്ത്രി എം ലിജു. കോട്ടയത്തെ രാജ് റീജൽ ബാറിന്റെ ലൈസൻസ് റദ്ദാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. വീഴ്ച വരുത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശിച്ചു. നിയമവിരുദ്ധമായി അതിരാവിലെ പ്രവർത്തിച്ച ബാർ എക്സൈസ് സംഘം പൂട്ടിച്ചുവെങ്കിലും വൈകുന്നേരത്തോടെ വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ ശിലാസനൽ, കോട്ടയത്ത് ബാറുകൾക്ക് പ്രവർത്തിക്കുന്നതിന് പ്രത്യേക സമയക്രമമാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് മന്ത്രി വിമർശിച്ചത്. അങ്ങനെ പ്രത്യേക സമയക്രമത്തിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകി പൂട്ടിച്ച ബാർ വൈകിട്ട് ഇങ്ങനെ തുറക്കണമെങ്കിൽ സ്വാഭാവികമായും അതൊരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ്. പൂട്ടാനും ലൈസൻസ് റദ്ദാക്കാനുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ മാധു, തീർച്ചയായിട്ടും. കാരണം നേരത്തെ വിമുക്തി ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തന്നെ എക്സൈസ് മന്ത്രി വിമർശിച്ചിരുന്നു. കോട്ടയം ജില്ലയിൽ മാത്രം ആ ബാറുകൾക്ക് പ്രവർത്തന സമയം മറ്റൊന്നാണെന്നും അതിരാവിലെ തന്നെ പലയിടത്തും ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായി തനിക്ക് നേരിട്ട് പലതവണ പരാതി നൽകിയെന്നും അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുമായിരുന്നു അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ഇന്നലെ വെളുപ്പിന് 2 മണിയോടുകൂടി കോട്ടയം മണർകാട് പ്രവർത്തിക്കുന്ന രാജ് റീജൽ എന്ന ബാറിലേക്ക് എക്സൈസിന്റെ മിന്നൽ പരിശോധന എത്തുന്നു. മിന്നൽ പരിശോധന നടത്തുമ്പോൾ രാവിലെ 5 മണി മുതൽക്കേ തന്നെ ഈ ബാറിൽ മദ്യവിതരണം അല്ലെങ്കിൽ വിൽപ്പന നടക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് താൽക്കാലികമായി ഇന്നലെ ആ ബാർ എക്സൈസ് സംഘം തന്നെ അടച്ചുപൂട്ടി സീൽ വയ്ക്കുകയായിരുന്നു. എന്നാൽ വൈകുന്നേരത്തോടുകൂടി മന്ത്രിക്ക് വിവരം ലഭിക്കുന്നു, രാവിലെ പൂട്ടിയ ബാർ വീണ്ടും 5 മണിയോടെ തുറന്നു പ്രവർത്തിക്കുന്നു എന്നത്. ദൃശ്യങ്ങൾ സഹിതമാണ് മന്ത്രിയുടെ വാട്സപ്പിൽ ഇതിന്റെ സന്ദേശം എത്തുന്നത്. ഇതേ തുടർന്നാണ് എക്സൈസ് കമ്മീഷണറെ മന്ത്രി നേരിട്ട് വിളിച്ച് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കണമെന്ന്. തുടർന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുമായി ബന്ധപ്പെട്ട ഒരു സംഘം നേരിട്ട് അവിടെ എത്തുമ്പോൾ കാര്യം സത്യമാണ്, ആ ബാർ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ബാറിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ ഉണ്ടായിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി രാവിലെ ബാർ പൂട്ടിക്കുക, വൈകുന്നേരം ബാർ ഉടമകൾ അത് തുറക്കുക, അതിൽ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ശക്തമായ നടപടിയെടുക്കാൻ എക്സൈസ് വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നു.